ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക സംവിധാനം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അഫ്ഗാൻ സ്വദേശികൾ ഉൾപ്പെടെയുള്ള അനധികൃത വിദേശ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് തുടരുന്നു. 1634 അനധികൃത അഫ്ഗാൻ പൗരന്മാർ ഞായറാഴ്ച സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ മൊത്തം അഭയാർത്ഥികളുടെ എണ്ണം 4,35,152 ആയി. ലിബിയൻ തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി 61 പേർ മരിച്ചു. 25 പേരെ രക്ഷപ്പെടുത്തി. ലിബിയയിലെ സുവാര തീരത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടിൽ 86 പേരാണ് ഉണ്ടായിരുന്നത്. നൈജീരിയ, ഗാംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബോട്ടിലുണ്ടായിരുന്നത്. കിഴക്കൻ കടലിന് നേരെ ഉത്തര കൊറിയ അജ്ഞാത ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി റിപ്പോർട്ട്. പ്യോങ്യാങ് പ്രദേശത്ത് നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് എന്നാണ് സൂചന. ആണവതന്ത്രവുമായി ബന്ധപ്പെട്ട കരാർ നടപ്പിലാക്കാൻ ഉത്തര കൊറിയ നേരത്തെ വിസമ്മതിച്ചിരുന്നു. ചെങ്കടലിൽ അമേരിക്കൻ സൈന്യം 14 ഡ്രോണുകൾ തകർത്തു. യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകളാണ് അമേരിക്കൻ സൈന്യം തകർത്തത്. ഡ്രോണുകളെ വെടിവെച്ചിട്ടതായും പ്രദേശത്തെ കപ്പലുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്നും US സൈന്യം സ്ഥിരീകരിച്ചു.